ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം 103 സങ്കീർത്തനത്തിൻ്റെ 17-18 വചനങ്ങളിൽ പറയുകയാണ്, ആർക്കാണ് ദൈവം ദയയും നീതിയും വർഷിച്ചു കൊടുക്കുന്നത് എന്നവിടെ എഴുതിയിരിക്കുകയാണ്. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ഇപ്പം ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ അല്ലെങ്കിൽ ദൈവഭക്തന്മാരുടെ മേൽ വരും. ദൈവഭക്തന്മാരുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ നീതി ഇറങ്ങും. പക്ഷെങ്കിൽ ആ ദൈവഭക്തൻ എങ്ങനെയായിരിക്കണം, ദൈവഭക്തൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം എന്ന് അവിടെ 18-ാമത്തെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവരായിരിക്കണം, അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ ദയയും നീതിയും നമുക്കും നമ്മുടെ മക്കൾക്കും ലഭിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നാം ദൈവഭക്തരായി ജീവിച്ച് എങ്കിൽ മാത്രമേ നീതി നമ്മുടെ മക്കളുടെ മേൽ കടന്നു വരികയുള്ളൂ. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുമൂലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവർ നീതിമാന്മാരായി തീരുവാനിടയായി തീരട്ടെ. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.